ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു Mymuzzspace. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ദാൽ പംകിനാണ്. അപ്പോൾ വ്യത്യസ്തമായ ഈ കറിയാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന സ്പെഷ്യലായിട്ടുള്ള കറിക്ക് വേണ്ടത് നല്ല നാടൻ മത്തങ്ങയാണ്. നാടൻ മത്തങ്ങ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത്. ഇത് കുക്കറിലിട്ട് നമ്മൾ വേവിക്കുന്നത്. അപ്പോൾ ഇത് കുഴഞ്ഞു പോകും, അതുകൊണ്ട് വലിയ കഷ്ണമായിട്ടാണ് ഞാൻ മുറിച്ചേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ ഇടുന്നത് പരിപ്പാണ്. പരിപ്പും മത്തങ്ങയും ചേർന്നിട്ടുള്ളൊരു കറിയാണ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില ഇച്ചിരി അധികം വേണം, പിന്നെ ചെറിയ ഉള്ളി ഇത്തിരി വലുതാക്കിയാണ് അരിഞ്ഞേക്കുന്നത്, പിന്നെ കുറച്ച് ഇഞ്ചി വേണം. ഇത്രയും സാധനങ്ങളും പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് തേങ്ങയും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടത്. അപ്പോൾ നമ്മുടെ മെയിൻ നല്ല നാടൻ മത്തങ്ങ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു മത്തങ്ങ കൊണ്ടൊരു കറി ഉണ്ടാക്കാമെന്ന്. എനിക്ക് ഈ ടൈപ്പ് കറികളെല്ലാം ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കിത് പരിചയപ്പെടുത്താമെന്ന് ഞാൻ വിചാരിച്ചത്. ഇത് നല്ല നാടൻ മത്തങ്ങ, നല്ല ഉള്ളുള്ള നല്ല നാടൻ മത്തങ്ങയാണ്. അപ്പോൾ ഇനി ഞാനിതെല്ലാം കൂടി കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടപ്പത്ത് വെക്കാൻ പോവാണ്. അതിന് ശേഷം 3 വിസിലിന് ശേഷം നമുക്ക് അടപ്പത്തുനിന്ന് വാങ്ങി കടുക് താളിച്ചെടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് വേപ്പില, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് 3 വിസിൽ വരെ വേവിച്ചെടുക്കാം. കറി വെന്തിരിക്കുന്നുണ്ട്. നമുക്കിനി കടുക് വറുത്തിട്ട് അതിനാവശ്യമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചെറിയ ഉള്ളി, വേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, നമ്മൾ കുറച്ച് തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. നമ്മളിതെല്ലാം കൂടി കടുക് വറുത്തിട്ട് ലാസ്റ്റ് തേങ്ങ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കും. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് കറി അതിലേക്ക് ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ കടുക് വറുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ചേർത്ത് കൊടുത്തു, തേങ്ങയും ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് കറി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടിത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കറി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് കറി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള കറിയാണ്. നമുക്കിത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കാനായിട്ട് ബെസ്റ്റ്. അപ്പോൾ പരിപ്പും നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. മത്തങ്ങ ചിലത് ചെറിയ കഷ്ണമായിട്ട് കിടക്കുന്നുണ്ട്, ചിലത് നല്ല കലങ്ങി പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ്, കഴിക്കാനൊരു രസവും ടേസ്റ്റും ഒക്കെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഞാനിതിൻ്റെ കൂടെ കുറച്ച് ചതച്ച മുളകും കൂടി ചേർത്തു കേട്ടോ, കടുക് പൊട്ടിച്ചപ്പോൾ അങ്ങനെ അത് വിട്ടുപോയി. അപ്പോൾ ചതച്ച മുളകാണ് എല്ലാ കറിയുടെയും ടേസ്റ്റ് കൂട്ടുന്നത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.